നമ്മോടൊപ്പം മുൻ കോൺഗ്രസ് നേതാവും ഇപ്പോഴത്തെ CPIM നേതാവുമായ KP അനിൽകുമാർ രംഗത്തെത്തി. ഇതേ സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ ഈ അഴിമതിയുടെ പൊതു സമീപനത്തെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കൂടി ഘട്ടത്തിലൊന്ന് കേൾക്കാം. ക്രമക്കേടുകൾ ഒരു പുതിയ കാര്യം ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കോൺഗ്രസിനകത്തെ എപ്പോഴും ഏതിനും എന്ത് നടക്കുമ്പോഴും ഒരു തട്ടിപ്പതിന്റെ പുറകിലുണ്ടാവും എന്നുള്ള കാര്യം തർക്കമില്ലല്ലോ. ഈ KPCC ജനറൽ സെക്രട്ടറിയും 2 DCC ഭാരവാഹികൾ ഇവർക്കായിരുന്നു ഇതിൻ്റെ ചുമതലകൾ. അപ്പോൾ അവർ ആഡംബര വാഹനം വാങ്ങിച്ച തെളിവടക്കമാണ് ഈ പരാതിയിൽപ്പെടുന്നത്. ആ പരാതിയുടെ പകർപ്പാണ് കൈരളി ന്യൂസ് ഇതാ സ്ക്രീനിൽ വിട്ടുകൊണ്ടിരിക്കുന്നത്. അല്ല, അത് മാത്രമല്ലല്ലോ, അതുമായി ബന്ധപ്പെട്ട് ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസിനകത്ത് ഏതെങ്കിലും ഓഫീസ് ഉണ്ടാക്കണം എന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ അതിനകത്ത് വലിയൊരു തട്ടിപ്പുണ്ട് എന്നുള്ള കാര്യം വളരെ പച്ചയായ യാഥാർത്ഥ്യമാണ്. അപ്പൊ തട്ടിപ്പ് നടത്താൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യം തുടങ്ങുന്നത് തന്നെ. അല്ലാതെ സുതാര്യമായതോ അല്ലെങ്കിൽ എന്താ പറയാ ആളുകൾക്ക് ബോധ്യപ്പെടുത്തുന്ന രീതിയിലോ കണക്കുകൾ കാണിക്കുന്ന സംവിധാനം ഇല്ലല്ലോ. ഇപ്പൊ AKG സെന്ററിന്റെ പണി കഴിഞ്ഞു. AKG സെന്ററിലെ എന്താ പറയാ ആ കെട്ടിയതിന്റെ കൃത്യമായ കണക്ക് സുതാര്യമായി ജനങ്ങൾക്ക് മുമ്പിലുണ്ട്. പാർട്ടി അംഗങ്ങൾ മാത്രമാണ് അതിന് വേണ്ടി പണം കൊടുത്തിട്ടുള്ളത്. അതിന് എത്ര പണം പിരിച്ചു എന്നതിന് കണക്കുണ്ട്. ഇത് നാട്ടിലുള്ള ആളുകളോടെല്ലാം പിരിക്കുന്നത്. ഇപ്പൊ ഞാൻ KPCC വലിയ തട്ടിപ്പല്ലേ. ഇപ്പൊ എത്ര 139 ചലഞ്ചോ 137 ചലഞ്ചോ എന്തൊരു സംഭവം ഉണ്ടല്ലോ. അതിന്റെ പേരില് KPCCയുടെ ട്രഷറർ മരണപ്പെടാനുള്ള കാരണമെന്ന് ആ KPCCയുടെ മുൻ ട്രഷറുടെ മകൻ പരാതി കൊടുത്തില്ലേ. ഇന്നലെ ചോദ്യം ചെയ്തു. കെ സുധാകരനെ തന്നെ ഇന്നലെ ചോദ്യം ചെയ്തു. അല്ല, അത് വയനാട്ടിലെ ട്രഷറുടേത്. ഞാൻ പറഞ്ഞ KPCCയുടെ ട്രഷറർ അദ്ദേഹത്തിന്റെ മരണം. അപ്പൊ KPCC കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഓരോ ആളുകളും മരിക്കുമ്പോഴും അവരെല്ലാം ഇതിനകത്ത് ചോദ്യം ചെയ്യപ്പെട്ട ആളുകളാണ് എന്ന് മനസ്സിലാക്കണം. അല്ലാത്ത ആളുകൾക്ക് കോൺഗ്രസിനകത്ത് നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ കള്ളന്മാരുടെയും കൊള്ളക്കാരുടെയും താവളങ്ങളായി മാറുകയാണ്. ഇപ്പൊ 138 ചലഞ്ചോ 139 ചലഞ്ചോ എന്തൊരു ചാലഞ്ച് ഉണ്ടായിരുന്നു. ആ ചലഞ്ചിനകത്ത് എത്ര രൂപ കിട്ടി? KPCC വരെ പറഞ്ഞിട്ടുണ്ടാ? ഇത്രയും ആളുകൾ 139 അല്ലെങ്കിൽ 136 രൂപ വെച്ച് തന്ന് പാർട്ടിക്ക് തന്ന് ഇത്ര രൂപ കിട്ടി എന്ന് വെളിപ്പെടുത്താൻ KPCC സാധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ കോഴിക്കോട് DCCയുടെ കേട്ടതാണ്, ഞങ്ങൾ ഇത്ര പേരിൽ നിന്ന് ഇത്ര രൂപ പണം പിരിച്ചു, ഇത്ര രൂപയുണ്ട്, കണക്ക് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ടോ? പ്രസിദ്ധപ്പെടുത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ള പൈസ കൊടുത്ത ആളുകൾ പറയില്ലേ ഞങ്ങൾ എത്ര കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിനൊന്നും കണക്കില്ല, സുതാര്യതയില്ല. തീർച്ചയായും